ഗിരിയെന്ന് പറഞ്ഞിരുന്നു വലിയ അപകടങ്ങൾ വരാൻ പോകുന്നു. അത് നേരിടാൻ മനസ്സിനെ ഒരുക്കി നിർത്തണമെന്ന്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭീകരമായിരിക്കും വരാൻ പോകുന്ന സംഭവങ്ങളെന്ന്. ഇതിലും നല്ലത് മരണമായിരുന്നു. തനുജിയുടെ കുത്ത് ചങ്കിലങ്ങ് കയറി പോയാൽ മതിയായിരുന്നു. മോളെ, നിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാം. നിന്നെ പോലെ തന്നെ വിഷമിച്ചിട്ടാ ഞങ്ങൾ നിൽക്കുന്നേ. ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെ സങ്കടം ഉണ്ടാവില്ല അമ്മേ. എന്തൊരു ദുരന്തം അമ്മേ ഞങ്ങളുടെ ജീവിതം. വിധി എന്നൊക്കെ പറയും, പക്ഷെ ഇതുപോലെ ചന്ദ്രോത്തുള്ളവരുടെ ഒരു വിധി ആർക്കും കാണില്ല. ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. സന്തോഷം പറഞ്ഞിട്ടില്ല. ആകെ എനിക്ക് സന്തോഷം കിട്ടിയത് ഈ വീടിന്റെ പടി കയറിയപ്പോഴാ. പക്ഷെ ഇപ്പോ ഞാൻ കാരണം നിങ്ങളും വിഷമിക്കുന്നു. കല്യാണം പോലും നന്നായിട്ട് നടന്നില്ലല്ലോ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ഹീറോ ആയിരുന്നു. ഇടയ്ക്ക് തെറ്റിദ്ധാരണ വന്നെങ്കിലും അതും അച്ഛന്റെ നന്മയാണെന്ന് പിന്നീട് മനസ്സിലായി. അച്ഛൻ ജയിലിൽ കിടക്കുക. സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഈശ്വര, ജയിൽ വേഷമൊക്കെ ഇട്ട് എന്റെ അച്ഛൻ അഴിക്കുള്ളിൽ പിടിച്ചു നിൽക്കുക. സഹിക്കാൻ പറ്റുന്നില്ല. മരിച്ചാ മതി. പ്ലീസ്. ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ചന്ദ്രോത്തിലേക്ക് പോണോന്ന്. എനിക്ക് ചന്ദ്രോത്ത് പോണം. അമ്മ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ ഗിരിയോട്. ഗിരി പ്ലീസ്. അതെ, ഇതുവരെ നീ പറയുന്നതൊക്കെ കേൾക്കായിരുന്നു. ഒക്കെ ശരിയാ. ഒരുപാട് അനുഭവിച്ചു ചന്ദ്രോത്തുകാർ. പക്ഷെ രജനി, അനുഭവിക്കേണ്ടി വന്ന അനുഭവിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കണം. കരഞ്ഞോണ്ടിരുന്നാലേ കരയാൻ മാത്രമേ പറ്റൂ. അതെ, സിദ്ധാർത്ഥൻ സാർ അഴിക്കുള്ളിൽ കിടക്കുന്നത് വെറുതെ ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്. ആ അഴിക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. നല്ല വക്കീലിനെ കണ്ടുപിടിക്കണം, നന്നായി കേസ് നടത്തണം, അതിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങണം. ബലരാമ സാറിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി അച്ഛനല്ല എന്നുള്ളത് എനിക്കും തനിക്കൊക്കെ മനസ്സിലാവും. പക്ഷേ കോടതിക്ക് കൂടി അത് ബോധ്യമാവണം. അതിനുവേണ്ടി ശ്രമിക്കണം. എടോ, നമുക്ക് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാം. നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. എടോ, താൻ പറയുന്ന കേക്ക്. ഇങ്ങനെ കരയല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.